ഹായ് ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതാ ഏകദേശം ഒരു 11 മണിയായിട്ടുണ്ട്. ഇവിടെ ഞാൻ അത്താഴത്തിലേക്ക് ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ചെമ്മീൻ പുട്ട് ഉണ്ടാക്കാമെന്ന്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും, നല്ല ടേസ്റ്റുമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെമ്മീൻ പുട്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോയും കൂടി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതാ ഇറങ്ങിയതാണ്. അപ്പോൾ ഇതാ ചെമ്മീനുണ്ട് ഇവിടെ. ഇനിയിപ്പോൾ ചെമ്മീനിലേക്ക് മുളകിട്ട് കൊടുക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പും ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇത് നല്ലോണം മിക്സ് ചെയ്യാം. അപ്പോൾ ഇതാ ചെമ്മീനിലേക്ക് നമ്മൾ ചെമ്മീൻ പൊരിക്കുമ്പോൾ മസാലയില്ല, അതുപോലെ പരട്ടിയിട്ട് പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതാ വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ചെമ്മീനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെമ്മീൻ ഏകദേശം പൊരിഞ്ഞ് വന്ന്, അപ്പോൾ ഞാൻ ചെമ്മീൻ മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് ഈ എണ്ണയിൽ തന്നെ ഉള്ളിയും തക്കാളിയും എല്ലാം മസാലയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഈ എണ്ണയാണ് യൂസ് ചെയ്യുന്നത്. ചെമ്മീനെല്ലാം ഇങ്ങോട്ട് എടുക്കുക. ഇനിയിപ്പോൾ ഇതാ ഉള്ളിയും, 2 ഉള്ളി, കുറച്ച് വലിയ ഉള്ളിയാണ് 2 പിന്നെ 2 തക്കാളി, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഉണ്ട്. ഇതെല്ലാം നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ചാപ്സാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഉള്ളി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉള്ളി നല്ല പൊരിഞ്ഞ് വന്ന് ഇനിയിപ്പോൾ ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക്, മല്ലിച്ചപ്പ് കുറച്ചേ ഉണ്ടായിട്ടു. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. തക്കാളി നല്ല ഉടയുന്നത് വരെ വഴറ്റിയെടുക്കാം. ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കണം. പിന്നെ ചെമ്മീൻ പൊരിക്കുമ്പം ചെമ്മീൻ്റെ മസാലക്ക് ഉപ്പിട്ടതുകൊണ്ട് പിന്നെ അത് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ തക്കാളിയെല്ലാം നല്ല വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ സമയത്ത് ഇതിലേക്ക് ഞാൻ നേരത്തെ പൊരിച്ച ചെമ്മീനില്ലേ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. പിന്നെ കുറച്ച് തേങ്ങയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ പിന്നെ തേങ്ങയെല്ലാം കുറച്ച് നല്ല കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മസാല റെഡിയായി. ഇപ്പോൾ പുട്ട് നനച്ചെടുക്കണം. അപ്പോൾ ഇതാ പുട്ടിൻ്റെ പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പുട്ടിന് നല്ലോണം കുഴച്ചെടുക്കാം. സാധാരണ പുട്ടിന് കുഴച്ചെടുക്കും പോലെ തന്നെ. എന്നിട്ട് ഇതൊരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനിയിപ്പം പുട്ടുണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ പുട്ടിൻ്റെ പാനിയിൽ വെള്ളം നിറച്ചിട്ടുണ്ട്, അത് തിളക്കാൻ വെക്കാം. ഇനിയിപ്പം ഇതിലേക്ക് ആദ്യം കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. നോർമൽ പുട്ടുണ്ടാക്കുന്നില്ല അതുപോലെ തേങ്ങ ഇട്ട് കൊടുക്കാം. എന്നിട്ട് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചെമ്മീൻ്റെ മസാല അതിട്ട് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് തേങ്ങ.
ആവിയിൽ വെച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചെമ്മീൻ പുട്ട് റെഡിയായി. നല്ല രസമുണ്ട് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. കട്ടൻ ചായൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും, ബൈ ബൈ.